Apa? ലാസ്റ്റ് കൊച്ചിയിൽ കണ്ടെയ്നർഷിപ്പ് മുങ്ങിയതുപോലുള്ള സാഹചര്യങ്ങളിൽ ഇവയൊന്നും ശ്രദ്ധിക്കാതിരിക്കരുത്. കടലിൽ വീണ കണ്ടെയ്നേഴ്സിന്റെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും ഏത് തീരത്താണ് അടിയുന്നത് അവിടുത്തെ ലോക്കൽ അതോറിറ്റിയാണ് ഇതിന്റെ ബാക്കി നടപടികൾ നടത്തുന്നത്. കൂടാതെ പല കണ്ടെയ്നേഴ്സിലും അടങ്ങിയിരിക്കുന്ന സാധനങ്ങളുടെ ഡീറ്റെയിലുകൾ കൃത്യമായി പുറം ലോകത്ത് വെളിപ്പെടുത്താൻ സാധിക്കാത്തതിനാൽ കൃത്യമായ അറിവില്ലാതെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. കൃത്യമായ ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ പാലിക്കുക. കടലിൽ എണ്ണ പടരുന്നതായി തോന്നിയാൽ അതോറിറ്റിയെ വിവരം അറിയിക്കുക. ആ ഭാഗത്തു നിന്നും കിട്ടുന്ന മത്സ്യം ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത് പോലും ഒഴിവാക്കുക. ഗവൺമെന്റ് പറഞ്ഞാൽ ഒരുപക്ഷെ ആ ഭാഗത്തുള്ള വ്യക്തികൾ വീടിന് പുറത്തു പോകുന്നത് വരെ ഒഴിവാക്കേണ്ടി വന്നേക്കാം. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും അധികം മത്സ്യമേഖല കടുത്ത ആശങ്കയിലായിരിക്കുകയാണ്. കടൽ മത്സ്യം കഴിക്കുന്നതിന് പ്രശ്നമുണ്ടെന്നാണ് പലരുടെയും സംശയം. കടലിൽ വീണ ചില രാസവസ്തുക്കൾ കടലിന്റെ ആവാസ വ്യവസ്ഥയെ ബാധിക്കാം.
കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്നുള്ള സാധനങ്ങൾ വെള്ളത്തിൽ കലരുന്ന സാഹചര്യം ഉണ്ടായാൽ അപകട സാധ്യത ഏറിയേക്കും. എണ്ണപ്പാട പരക്കുന്നത് മത്സ്യം ഉൾപ്പെടെ അതിലുള്ള സമുദ്രജീവികളെ പെട്ടെന്ന് ബാധിക്കുന്നതാണ്. എന്നാൽ നിലവിൽ ആശങ്ക വേണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കപ്പലിൽ 643 കണ്ടെയ്നറുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 13 എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കളാണ്. ഇവയിൽ ചിലതിൽ കാൽസ്യം കാർബൈഡ് എന്ന വെള്ളം ചേർത്താൽ തീ പിടിക്കാവുന്ന അസറ്റ്ലീൻ ഗ്യാസ് പുറപ്പെടുവിക്കുന്ന പൊള്ളൽ തരത്തിലുള്ള രാസവസ്തുവുമുണ്ട്. കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിലാണ് കണ്ടെയ്നറുകൾ അടഞ്ഞിരിക്കുന്നത്. ഇൻഫ്രാറെഡ് ക്യാമറകളുടെ സഹായത്തോടെ എണ്ണപ്പാട കണ്ടെത്തി നീക്കാനുള്ള ഊർജിത ശ്രമം തീരസേനയുടെ നേതൃത്വത്തിൽ തുടരുകയാണ്.